യൂത്ത് കോൺഗ്രസ് ധാർമ്മികത പഠിപ്പിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയുമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. MLA അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിലാണ് ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതെന്നും സനോജ് പാലക്കാട് പറഞ്ഞു. MLA-മാരായ എൽദോസ് കുന്നംപള്ളിക്കും വിൻസെന്റിനും നേരെ ആരോപണങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തില്ലെന്നും വി കെ സനോജ് ചോദിച്ചു. കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്തതുകൊണ്ട് അർഹമായ പലതും കിട്ടിയില്ലെന്നും പറഞ്ഞത് മഹിളാ കോൺഗ്രസ് നേതാവാണ്. അവരെയെല്ലാം ധാർമ്മികത പഠിപ്പിച്ചിട്ട് വേണം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് സമര ആഭാസമാണ്. അൻവറല്ല ആര് പരാതി ഉന്നയിച്ചാലും സർക്കാർ അന്വേഷിക്കും. അന്വേഷണം നടക്കട്ടെയെന്നും വസ്തുതകൾ പുറത്തു വരട്ടെയെന്നും സനോജ് പാലക്കാട്ട് പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയിട്ടില്ലല്ലോ. വിൻസെന്റിന്റെ വിഷയം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് എവിടെയായിരുന്നു? ഇവിടെ ഇപ്പോൾ സിമി റോസ്ബെൽ എന്ന് പറയുന്ന വനിതാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് സിമി റോസ്ബെലിനെ പോലുള്ള ആളുകൾ പറയുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് ലഭിക്കേണ്ട പല പ്രമോഷനുകളും തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ വായിച്ചെടുക്കേണ്ടത്? അപ്പൊ അതിനെക്കുറിച്ചൊന്നും യൂത്ത് കോൺഗ്രസ് ഒന്നും അഭിപ്രായമില്ല. യൂത്ത് കോൺഗ്രസ് മറ്റു പാർട്ടിയെ ധാർമ്മികത പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. യൂത്ത് കോൺഗ്രസ് ആദ്യം ധാർമ്മികതയുടെ ക്ലാസ് എടുക്കേണ്ടത് KPCC ഓഫീസിൽ PD സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K സുധാകരനുമാണ്. അതുകൊണ്ട് ധാർമ്മികതയുടെ ക്ലാസും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം കോൺഗ്രസിനകത്ത് ആദ്യം നടത്തണം എന്നാണ് യൂത്ത് കോൺഗ്രസോട് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ നടപ്പിലാക്കുന്ന റീബിൽഡ് വയനാടിന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന് 1,78,00,000 രൂപ കൈമാറി. വയനാട്ടിൽ 25 വീടുകൾ ഉൾപ്പെടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടപ്പിലാക്കുമെന്ന് സനോജ് പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടായ സമയം മുതൽ ഡിവൈഎഫ്ഐ സേവന രംഗത്തുണ്ട്. വയനാട്ടിലെ പുനരധിവാസം അതിസങ്കീർണമാണ്. സഹജീവികളെ ചേർത്ത് നിർത്തുക എന്ന മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചാണ് പുനരധിവാസ പ്രവർത്തനത്തിനും ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നതെന്നും സനോജ് പറഞ്ഞു. 2,571 യൂണിറ്റിലൂടെയാണ് 1,78,00,000 രൂപ സമാഹരിച്ചത്. പാഴ്വസ്തുക്കൾ പെറുക്കിവിറ്റും സാരി, മുണ്ട്, ബിരിയാണി ചലഞ്ചും ആടിനെ ലേലം ചെയ്തും പണം സ്വരുക്കൂട്ടി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും സാഹിത്യരംഗത്തുള്ളവരും വ്യക്തികളും പണം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ ഓഫീസിൽ പ്രസിഡന്റ് R ജയദേവൻ ഉൾപ്പെടെയുള്ള ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.